അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുത്തലിബ്, വീട് ചന്ദ്രാപിന്നി. ഈ സദസ്സിലുള്ള സ്റ്റേജിലുള്ള എല്ലാ പണ്ഡിതന്മാരും കേൾക്കുന്ന നമ്മളെല്ലാവരും മൂമിനായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ മൂമിനാണ് എന്ന് നാം സ്റ്റേജിലും പരസ്യം പോലെ പറയുകയും മുന്നിലും പിന്നിലും ആയത്തോതുകയും കൂടെ നിങ്ങളോടൊപ്പം ദഅവത്തിന് നിങ്ങളോടൊപ്പം വർഷങ്ങളോളം നിന്ന അനീഫ് കായക്കൊടിയെ പോലുള്ള പണ്ഡിതന്മാർ, നിങ്ങളും പണ്ഡിതനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു വിഡ്ഢി 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 എന്ന് സ്റ്റേജിൽ വളരെ നല്ല നിലയിൽ നിങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ മലക്കൾ രേഖപ്പെടുത്തുകയില്ലേ എന്ന് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിക്കണം. ചോദ്യം ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം, 3 ചോദ്യത്തിനും നിങ്ങൾ തന്നെ മറുപടി പറയണം. മുജാഹിദ് ബാലുശ്ശേരിയുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സദസ്സിൽ നിന്ന് മൂമിനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങളെക്കാളും പ്രായം കൂടി എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. അതെന്താണെന്ന് വെച്ചാല്, ബാംഗ്ലൂര്, കോയമ്പത്തൂര് അങ്ങനെയുള്ള പല പുറന്ത സ്ഥലങ്ങളില് സ്ത്രീകളെ പറഞ്ഞയച്ചുകൊണ്ട് കുട്ടികളെ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക്, എഞ്ചിനീയറിംഗിനും MBBS-നൊക്കെ പറഞ്ഞയക്കുന്ന ആ കുട്ടികൾ ജമ്മാക്കിക്കൊണ്ട് അവരൊക്കെ വളരെ മോശമായി പോകുന്നു എന്ന് നിങ്ങൾ പൊതു സ്റ്റേജിൽ പറഞ്ഞു പോകരുത്. അത് അന്യമതസ്ഥരോ മറ്റുള്ള ആളുകളോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് മറുപടി പറയും? ഇത്തരം സ്റ്റേജുകൾ അതിനെ ഉപമിക്കാതെ പുറം സ്റ്റേജുകൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തും. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം ബാലുശ്ശേരിയോട് തന്നെ ചോദിക്കുന്നത്, ഈ ബുസ്താനുലും അറബി കോളേജിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ 3-4 പ്രാവശ്യം ഇടിവാളത്തിൽ നിന്ന മാളി അയാൾ നിന്ന് തുള്ളി. അതിന് മറുപടി അദ്ദേഹം ഇവിടെ പറയണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള മറുപടി അദ്ദേഹം പറയേണ്ടതുണ്ട്. ഈ ഇരിക്കുന്ന മുജാഹിദ് വിഭാഗത്തില് അള്ളാഹുവിന്റെ തൗഫീഖോട് ഒരുവിധം ആളുകളായിട്ട് അടിത്തറ 14 വയസ്സ് മുതൽ ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഇന്ന് 3 വിഭാഗം, മടവൂർ വിഭാഗമായാലും ശരി, അതേപോലെ തന്നെ KNM-ന്റെ വിഭാഗമായാലും ശരി, ഇപ്പൊ നിങ്ങളുടെ ഈ വിഭാഗമായാലും ശരി, ആരും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മുവഹിദുകളായിട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വേദിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹു നമ്മളുടെ സംസാരങ്ങളൊക്കെ നാളെ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള ബോധത്തോടുകൂടി സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നാസർ മൗലവി ചാരൻ എന്ന് പറയും. ചാരന്റെ അർത്ഥം എന്താണ്? അതൊക്കെ നമ്മുടെ മൂമിനിങ്ങളുടെ സംസാരത്തിൽ ഒരിക്കലും പാടാത്തതാണ്. ഫൈസൽ മുസ്ലിയാർ ഞാൻ കണ്ടുമുട്ടിയ രംഗം അള്ളാഹു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എവിടെയെന്നുള്ളത്. വിശദീകരിക്കും. 1-2 കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇത്തരം പദപ്രയോഗങ്ങൾ അതിൽ ഇസ്ലാമികമായ കൃത്യമായ മാനങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ്, ന്യായീകരിക്കാൻ ഒരിക്കലും വകുപ്പില്ല. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കപ്പെട്ട ചില മേഖലകൾ ഇസ്ലാമിൽ ഉണ്ട്. ആ മേഖല കൃത്യമായ ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് അതൊക്കെയും പ്രയോഗിക്കുന്നത്. വ്യക്തിപരമായി ഒരു മനുഷ്യനെ ആക്ഷേപിക്കലും അദ്ദേഹത്തെ തേജോവധം ചെയ്യലുമാണ് ആ പദപ്രയോഗങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരാൾ പിഴച്ചൊരു വാദവുമായി വരികയും അത് അറിയാതെ അയാളുടെ പക്കലാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്തരം പദപ്രയോഗങ്ങൾ ആകാമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ലക്ഷ്യം മാറാൻ പാടില്ല. ഇപ്പൊ കാന്തപുരം കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും കാന്തപുരം എന്ന വ്യക്തിയെ ആക്ഷേപിക്കലാണ് ഉദ്ദേശമെങ്കിൽ പാടില്ല. എന്നാൽ കാന്തപുരം ഒരു പണ്ഡിതനാണെന്നും അയാളുടെ പക്കലാണ് സുന്നത്തമായത്തെന്നും വിശ്വസിച്ച് ധാരാളം ആളുകൾ പിന്നാലെ കൂടുമ്പോൾ ഇയാൾ ഒരു തട്ടിപ്പുകാരനും ഇയാൾ ഒരു ചതിയനുമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അത് ബോധ്യമുള്ളവർക്കുണ്ട്. ആ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് ഉപോത്ബലകമായ മതപരമായ ലിമിറ്റുകൾ പാലിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ പറ്റും. വിശുദ്ധ ഖുർആനിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് പിന്നീട് അതിൽ നിന്ന് വഴിമാറിപ്പോയ ആളുകളെ പറ്റിയുള്ള പരാമർശമുണ്ട്. മസലുല്ലദീന ഹുമിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ.
അവർ കഴുതകളെ പോലെയാണ് എന്ന് പറഞ്ഞു. ഇസ്രായേലിൽപ്പെട്ടൊരു പണ്ഡിതൻ അല്ലാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകി. പിന്നീട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് അയാൾ ഊരിച്ചാടിപ്പോയി. പഠിച്ചതിന് വിരുദ്ധമായി അയാൾ പ്രവർത്തിച്ചു. അയാളെപ്പറ്റി ഖുർആൻ പറഞ്ഞ ഫമസലുഹു കമസലിൽ കൽബ് എന്നാണ്, സൂറത്ത് അൻആമിലാണ്. അപ്പൊ അതിനൊക്കെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലും കൃത്യമായ നിലപാടുകൾ ആയത്തും ഹദീസും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവൻ പറയില്ല എന്ന് വിചിന്തനം എഴുതി. പിന്നെ അഭൗതികമാണ് എന്ന് അതേ വിചിന്തനം പിന്നീട് കാലങ്ങൾക്ക് ശേഷം എഴുതുന്നു. അപ്പൊ ന്യായമായും ചോദിക്കാം, ഈ എഴുതുന്നവന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കാം. കാരണം വിചിന്തനമാണ് പഠിപ്പിച്ചത്, ബുദ്ധിയുള്ളവൻ എഴുതൂലാൻ. അതിന് ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ പരാമർശം പോലും. പിന്നെ ചാരൻ എന്നുള്ളത് അത് ചാരനാണെന്ന് ബോധ്യമായാൽ നമുക്കത് പറയേണ്ടതുമാണ്. കാരണം ഇയാള് അവിടുന്ന് തൗബ ചെയ്തുകൊണ്ട് വന്ന ആളാണ്, തെറ്റിദ്ധരിച്ചത് ഒരാളൊപ്പം കൂടിയിട്ടുണ്ടാവും. എന്നാൽ അയാൾ ചാരനാണ് എന്ന് ആദ്യമായി ഞാനൊക്കെ പറഞ്ഞത് അയാളുടെ മുഖത്ത് നോക്കി അയാളെ മുമ്പിൽ നിന്നാണ്. കോഴിത്തര സംഭവത്തിൽ അയാളെ മുമ്പിൽ എത്തിക്കൊണ്ട് പല തവണ ഞാൻ പറഞ്ഞു, നിങ്ങൾ മടവൂരി ചാരനാണ്. ഒരു പരാമർശം പോലും അതേക്കുറിച്ച് അദ്ദേഹം നടത്തിയില്ല. മടവൂരിയായ കാലത്ത് അദ്ദേഹം എന്താണോ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്, അത് അതേ രൂപത്തിൽ ഇന്ന് അയാൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ വേദിയിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി അയാൾ സാക്ഷാൽ ചാരനാണ്. ചാരപ്പണി ചെയ്യരുതെന്ന് ഖുർആൻ പഠിപ്പിച്ചാൽ മതി. ചാരപ്പണി ചെയ്യുന്നവനെ കയ്യോടെ പിടികൂടിയാൽ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പണി ചെയ്യും. അവിടെയും നാസസുല്ലമി എന്ന വ്യക്തിയോടല്ല നമുക്ക് വെറുപ്പുണ്ട്. ഞങ്ങൾക്കാർക്കും അയാളോട് ആ നിലയ്ക്ക് മറ്റൊരു വെറുപ്പില്ല. ഏതെങ്കിലും ഒരു മുൻ വൈരാഗ്യമോ മുമ്പ് എന്തെങ്കിലും ഞങ്ങൾ തമ്മിലെ ബന്ധം ഇല്ലാതായപ്പോ അതിനു വേണ്ടി ഒരു ദേഷ്യം തീർക്കാനുള്ള പറച്ചിലോ അല്ല. ആ ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിലോ അത് കുറ്റകരമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്. അതാണ് അതിന് ഇസ്ലാമിക മാനം. ബാലുശ്രീയുമായി ബന്ധപ്പെട്ട പരാമർശം വന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹം അത് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് സാന്ദർഭികമായി എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഒന്ന്, ഞാൻ ഹനീഫ് കായക്കൊടിയെ വിഡ്ഢി എന്ന് വിളിച്ചു എന്നാണ്. വിഡ്ഢിത്തം പറഞ്ഞാൽ സാധാരണ നമ്മൾ അയാളെ അറിവുള്ളവൻ, മഹാജ്ഞാനി എന്ന് പറയാറില്ല. വിഡ്ഢിത്തത്തിന് വിഡ്ഢിത്തം, എടാ നീ ആ പറഞ്ഞ വിഡ്ഢിത്തമാണ്. ഇനി വിഡ്ഢിത്തം ഗൗരവമായി പറയുകയും അത് പരലോകത്തെ ഓർമ്മപ്പെടുത്തി ഒരാളെ മത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ഒരാൾ പറയുമ്പോൾ, പുളിക്കല മുഖാമുഖത്തിൽ എന്റെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ചൊരുത്തന് ജിന്ന് കൂടി, അതിന്റെ തൗഹീദി പ്രബോധനത്തിന്റെ തയ്യാറാണെന്നാണ് ഹനീഫ് അവിടെ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോ നേരത്തെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ ഇകയറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹനീഫ് കാക്ക് അവിടെ ഉള്ളത്. അത് മനസ്സിലാകണമെങ്കിൽ ഹനീഫ് കായക്കൊടിയുടെ ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത്, നിരീശ്വരവാദിയായി സംഗീതത്തിനും സിനിമക്കും ഹറാമിനും എല്ലാം അടിമപ്പെട്ടൊരു ചെറുപ്പക്കാരൻ നമ്മൾ നടത്തുന്ന പൊതുസമ്മേളനത്തിലെ പൊതുപ്രസംഗങ്ങൾ കേട്ട് നന്നായി ഇസ്ലാമാകാൻ ശ്രമിച്ചപ്പോ സ്വാഭാവികമായിട്ടും പിശാചിന്റെ പിടിയിലുണ്ടായിരുന്ന ഒരാള് പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ അയാളെ പിശാച് ഒന്നുകൂടി പിടിമുറുക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. കൊട്ടേഷൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാള് കൊട്ടേഷൻ പാർട്ടി വിട്ടുപോരുമ്പോ, പ്രത്യേകിച്ച് കൊട്ടേഷൻ പാർട്ടി നിലക്കുന്നതന്നെ അയാളുടെ ബുദ്ധിയിലും കഴിവിലും മസിൽ പവറിലാണെങ്കിൽ കൊട്ടേഷൻ പാർട്ടി പിന്നെ അയാൾ വെച്ചേക്കൂല, കൊല്ലേ. ഇബിലീസിന്റെ പിടിയിൽപ്പെട്ട ഒരാള് സ്വാഭാവികമായും ഇബിലീസ് ഭൗതികമായി ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവനെ ഉപദ്രവിക്കാം, പിന്നെ അവനെ മാനസികമായി അവനെ ഉപദ്രവിക്കാം. അങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ടായി. അതുണ്ടായതിനെ പറ്റി പറയുന്നത് എന്താണ്? മുജാഹിദ് ബാലിശിന്റെ തൗഹീദി പ്രബോധനത്തിന്റെ തകരാറാണ്. എന്നിട്ട് ചോദിക്കുന്നത്, കെ എം മൗലവിയുടെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ച ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ കെ പി മുഹമ്മദ് മൗലവിയുടെ തൗഹീദ് കേട്ടിട്ട് ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോ നമ്മളെ തൗഹീദ് പൊളിഞ്ഞതാണെന്ന് സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മാത്രമല്ല, അവര് നമ്മളെ മുശ്രിക്കായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ശിർക്ക് ചെയ്യുന്നവരാണ്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരേക്കാൾ കഷ്ടമാണ്, അതുപോലെ തന്നെ അമ്രുബിൻ ലുഹൈനേക്കാൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ബിംബാരാധന തുടങ്ങിയ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഹനീഫ് കായക്കൊടി ജാമ്യയിൽ പ്രസംഗിച്ചത്. ബഹുമാനനായ പ്രായം ചെന്ന എന്റെ പിതാവിന്റെ പ്രായമുള്ള നിങ്ങൾക്ക് കക്ഷിത്വമാണ് എന്ന് വിമർശിക്കാനുള്ള പ്രേരണ. കാരണം ഞാൻ വളരെ ക്ലിയറായി പറയാം,
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ ഈ സംഘടനയിലുണ്ട് എന്ന് TPയുടെ 5 ക്ലിപ്പിംഗ് ആണ് ഞങ്ങൾ മുമ്പ് ഇവിടെ ഇട്ട്. 5 ക്ലിപ്പിംഗ്. അതായത് ഞങ്ങൾ ശിർക്ക് പറയുന്നു, ആരെ പോലെ, പേരോടിനെ പോലെ, അതുപോലെ തന്നെ ഇവിടുത്തെ കാന്തപുരം ടീമിനെ പോലെ ശിർക്കിന്റെ പ്രചാരകരാണ്. അതിൽ അദ്ദേഹത്തിന് വേദനയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹം വിമർശിച്ചാൽ, ഞാൻ വിഡ്ഢിന്ന് വിളിച്ച ആള്, അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തൗഹീദ് ജീവിതത്തിൽ പറഞ്ഞ ആളാണ് ഞാനൊക്കെ. കാരണം ഡേറ്റ് കൊടുത്തിട്ട് ഫോൺ ഓഫ് ആക്കിയിട്ട് കടന്നോലാണ് ഈ രണ്ടാള്, അനസു അനീഫെ. അന്നും ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ചിരുന്നു ഖുറാഫികള്. അവർക്ക് മറുപടി കൊടുക്കാൻ വിളിച്ച സദസ്സിലാണ് ഫോൺ ഓഫ് ആക്കിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങി സംഘാടകരെ വേദനിപ്പിച്ച്. ആ ആളുകളാണ് ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും വിശ്രമിക്കാത്ത മുവഹിദുകളെ മുശ്രിക്കുകളായും ശിർക്കിന്റെ പ്രചാരകരായി അവതരിപ്പിച്ച്. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങളെ മുശ്രിക്കുകളെന്നും ശിർക്കിന്റെ പ്രചാരകരെന്നും അബൂജഹലിനേക്കാൾ കഷ്ടമാണെന്നും ഞാൻ പറയാം. ഞാൻ കൈ കൊടുത്ത നല്ലൊരു മുജാഹിദ്, എന്റെ കൈ തട്ടി പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി മരിച്ചു. ഇപ്പൊ ജിന്നിനെ വിളിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരി എവിടെ ഉള്ളത്? നിങ്ങളും സമ്മതിച്ചു അങ്ങനെ വിളിക്കുന്ന ആരും ഇവിടെ ഇല്ല. അപ്പൊ അവരുടെ പ്രചരണം അതാണ്, അതിൽപ്പെട്ട വിട്ടിത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മഹാനായ മൂസാ നബിയുടെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ഹാറൂൻ നബി നോക്കി നിൽക്കെ ശിർക്ക് ചെയ്തൊരു സമൂഹത്തിന്റെ പിക്ചർ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഹാറൂൻ നബീനെ കുറ്റപ്പെടുത്തുവോ? ഹാറൂൻ നബിക്ക് കുഴപ്പാണെന്ന് പറയോ? മൂസാ നബിയുടെ തൗഹീദ് കുഴപ്പാണെന്ന് വിഡ്ഢിയായ അനീഫ പറയോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു. അതുകൊണ്ട് അയാൾ വിഡ്ഢിയാന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ബാലപാഠം അറിയാതെ വ്യക്തിവിരോധം വെച്ച് വിമർശിച്ചതിന്റെ പേരിലാണ് വിഡ്ഢി എന്ന് വിളിച്ച്. ഒരു കുറ്റബോധം എനിക്കിപ്പോഴും ഇല്ല. കാരണം നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം, നിങ്ങൾ ആ വിഷയം പഠിക്കണം. അതുകൊണ്ടാണ്. മാത്രമല്ല, എന്നെ മണിയച്ചൻ എന്നാണ് അനസു വിളിച്ചത്. മണിയച്ചൻ എന്ന് വിളിച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട ഒരാള് ഇവിടെ കോടതി വിലക്കിയിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്റെ വിഷയത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത്. ബാലൻ എന്നാണ് എന്നെ അവരിൽ കൂട്ടത്തിൽ പലരും വിളിക്കുന്നത്, ഇപ്പോഴും വിളിക്കുന്നത്. എന്റെ പേര് മുജാഹിദ് എന്നാണ്, എല്ലാവർക്കും അറിയാം. എന്നെ ബാലൻ എന്ന് വിളിക്കുന്നു, വേറൊരു അമുസ്ലിമിന്റെ പേര് വിളിക്കുന്നു. ഇതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഈമാൻ പറയുന്നതിൽ കുഴപ്പമില്ല. മൈക്ക് കെട്ടിയിട്ടില്ലാത്ത പച്ച നുണ പറയാം, ശിർക്കിന് കൂട്ടുന്നെന്ന് പറയാം, ശിർക്കുള്ള ആളുകളാ വരുന്ന് പറയാം, ഇവരെ തുടരാൻ പാടില്ല എന്ന് പറയാം, ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാം, ഈ മുശ്രിക്കുകൾക്ക് പെണ്ണെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയാം. അതിലൊന്നൊരു കുഴപ്പമില്ലല്ലേ കാക്ക? അപ്പൊ വസ്തുത നീതിബോധത്തോടുകൂടി വിലയിരുത്തണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് പറയും. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന തിന്മ. ഈ സദസ്സിൽ എന്റെ പ്രസംഗം കഴിഞ്ഞ